ഹായ് കുഞ്ഞുങ്ങളെ, ഇന്ന് നമുക്ക് 7th ക്ലാസ്സിൻ്റെ ന്യൂ എഡിഷനായിട്ടുള്ള ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവരും എൻ്റെ കൂടെ തന്നെ കാണണേ. ഓക്കെ. യു മേ ഹാവ് സീൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാംഗോ ട്രീസ് ഇൻ യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ്. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം how long it will take for the mango saplings to grow and produce mangoes. You may have seen different type of mango trees in your home. നിങ്ങൾ ധാരാളം തരത്തിലുള്ള മാംഗോ ട്രീസുകൾ നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഡിഫറൻ്റ് എന്ന് വെച്ചാൽ പലതരത്തിലുള്ള അർത്ഥങ്ങളും കൂടെ പഠിച്ചു പോകണേ. ആൻഡ് സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും. അപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ വീടുകളിലും ധാരാളം ടൈപ്പ് ഓഫ് മാംഗോ ട്രീസുകൾ കാണാറുണ്ട്. ആസ്ക് ദ എൽഡേഴ്സ് ഇൻ യുവർ ഹോം. ആസ്ക് എന്ന് വെച്ചാൽ ചോദിക്കുക. എൽഡേഴ്സ് മുതിർന്നവരോട് ചോദിക്കുക. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദി മാംഗോ സാപ്ലിങ്സ് ടു ഗ്രോ. ഈ മാംഗോ സാപ്ലിങ്സ് വളരാൻ എത്ര നാളെടുക്കും. ആൻഡ് പ്രൊഡ്യൂസ് മാംഗോസ്. പിന്നെ മാങ്ങ തരാനും ഇത് വളരാനും എത്ര നാളെടുക്കും. വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻ വൈൽ പ്ലാന്റിങ് ആൻഡ് നർച്ചറിങ് എ മാംഗോ സാപ്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തയ്യ്. അപ്പം വാട്ട് ആർ യുവർ നിങ്ങളുടെ പ്രതീക്ഷ നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്? വൈൽ പ്ലാന്റിങ് ആൻഡ് നർച്ചറിങ് എ മാംഗോ സാപ്ലിങ്സ്. ഒരു മാംഗോയുടെ തൈ നടുമ്പോൾ അത് പ്ലാന്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ഷുഡ് ഗെറ്റ് എ ലോട്ട് ഓഫ് മാംഗോസ്. ധാരാളം മാങ്ങകൾ കിട്ടണം. മസ്റ്റ് സ്റ്റാർട്ട് ഈൽഡിങ് അറ്റ് ദി ഏർലിയസ്റ്റ്. നേരത്തെ തന്നെ വിള കിട്ടണം. മാംഗോ ഷുഡ് ബി സ്വീറ്റ്. മാങ്ങ എങ്ങനെ ആയിരിക്കണം? മധുരമുള്ളതായിരിക്കണം. ആറിൻ്റെ ഓർ ഗോൾസ് ദ സെയിം വൈൽ കൾട്ടിവേറ്റിംഗ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഓർ സിറൽസ് ടു. നമ്മുടെയും ലക്ഷ്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ? ഫ്രൂട്ട്സും വെജിറ്റബിളും സിറൽസും കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? ഷുഡ് ഈൽഡ് ക്വിക്കിലി. പെട്ടെന്ന് എന്ത് കിട്ടണം? വിള കിട്ടണം. മസ്റ്റ് ഈൽഡ് പ്ലെൻറ്റി. ധാരാളം വിള കിട്ടണം. ഈൽഡ് ഷുഡ് ഹാവ് ഗുഡ് ക്വാളിറ്റി. ഈൽഡിന് നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം, ഗുണമേന്മ ഉണ്ടായിരിക്കണം. വാട്ട് തിങ്സ് ആർ ടു ബി ടേക്കൺ കെയർ ഓഫ് ടു അച്ചീവ് ദിസ്. എന്തെല്ലാം നമ്മൾ ചെയ്യണം ഇത് അച്ചീവ് ചെയ്യാൻ, നേടിയെടുക്കാൻ? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. കൂട്ടുകാരുമായി ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതണം. ഫസ്റ്റ് നോക്കൂ, ഗുഡ് സീഡ്സ് എന്ന് പറഞ്ഞാൽ നല്ല സീഡായിരിക്കണം. പ്ലാന്റിംഗ് മെറ്റീരിയൽ ഷുഡ് ബി യൂസ്ഡ്. പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതായത് വിത്തല്ലാതെ കൊമ്പ്, അതുപോലെ തന്നെ വേരിൽ നിന്ന് കിളിച്ച് വരുന്നതുണ്ട്. അപ്പം ഒന്നീ സീഡ് അല്ലെങ്കിൽ അതുപോലുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ യൂസ് ചെയ്യണം. പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ഫെർട്ടൈൽ സോയിലായിരിക്കണം. നല്ല വളക്കൂറുള്ള മണ്ണായിരിക്കണം. പിന്നെ അടുത്ത് നമ്മൾ എന്തുവാണ് ശ്രദ്ധിക്കേണ്ടത്? എന്ത് വേണം? സൂര്യപ്രകാശം. ആവശ്യത്തിന് സൂര്യപ്രകാശം വേണം. സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. ഹാവിൻറ്റ് യു ഹേർഡ് ദി പ്രോവർബ്? 10 ഗുണം 10 ഗുണം. നിങ്ങൾ ഈ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ? വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. വേർ ആർ സീഡ്സ് ഫോംഡ്? എവിടെയാണ് സീഡ് ഫോം ചെയ്യുന്നത്? വാട്ട് അബൌട്ട് ഫ്രൂട്ട്സ്? നിങ്ങൾക്ക് ഫ്രൂട്ട്സിനെ പറ്റി എന്തറിയാം? വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വെൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? നമ്മൾ ഒരു നല്ല സീഡ് സെലക്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണം? അപ്പോൾ സീഡ് എവിടെ ഫോം ചെയ്യുന്നത് നമുക്കറിയാം. എവിടാണ്? ഫ്രൂട്ട്സിന് ഉള്ളിലാണ് സീഡ് ഫോം ചെയ്യുന്നത്. വാട്ട് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് വെൽ സെലക്ടിങ് ദ ബെസ്റ്റ് സീഡ്? അതിൻ്റെയൊക്കെ ആൻസറാണ് നമ്മൾ വരുന്ന പേജുകളിൽ പഠിക്കുന്നത്. ലുക്ക് അറ്റ് ദി പിക്ചർ. വാട്ട് ഓഫ് ദീസ് പ്ലാന്റ്സ് വുഡ് യു ചൂസ് ടു കളക്ട് സീഡ് ഫ്രം വൈ? 2 പ്ലാന്റ്സുകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏത് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ നടാൻ വേണ്ടി, വിത്ത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക? വൈ? എന്തുകൊണ്ട്? യു നോ ദാറ്റ് എ സിംഗിൾ പ്ലാന്റ് ക്യാൻ പ്രൊഡ്യൂസ് മെനി ഫ്രൂട്ട്സ്. അതായത് ഒരു പ്ലാന്റിന് ധാരാളം ഫ്രൂട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ടെന്ന് നമുക്കറിയാം. ഫ്രൂട്ട്സ് ഫ്രം വിച്ച് ഹാർവസ്റ്റിംഗ് സ്റ്റേജ് ഷുഡ് ബി സെലക്റ്റഡ് ടു ഗെറ്റ് ഗുഡ് സീഡ്? ഏത് ഹാർവസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിളവെടുപ്പ്. ഏത് സ്റ്റേജിലാണ്, ആ ചെടിയുടെ ഏത് സ്റ്റേജിലാണ് അതിൽ നിന്നും വിളവെടുക്കാൻ ഏറ്റവും പറ്റിയ സമയം? ആർ ദി
ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേജ്, അതായത് അതിനകത്ത് ഫ്രൂട്ട്സ് പഴങ്ങൾ ആദ്യം ഉണ്ടാകുന്നതാണോ അവസാനം ഉണ്ടാകുന്നതാണോ അതിൽ നിന്നാണോ വിത്ത് ശേഖരിക്കാൻ നല്ലത്, ആ ചെടിയുടെ ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ ജീവിതകാലത്തിൽ. സീഡ് ഷുഡ് ബി കളക്റ്റഡ് ഫ്രം ദ റൈപ്പൻഡ് ഫ്രൂട്ട്സ്. നമ്മൾ സീഡ് അപ്പോൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? റൈപ്പൻഡ് ഫ്രൂട്ട്സ്, പഴുത്ത ഫ്രൂട്ടിൽ നിന്നും. പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദി ലൈഫ് സ്പാൻ, അതായത് നടുക്ക് സമയം, ആ നടുഭാഗത്ത്, ആദ്യവും അല്ല അവസാനമല്ല, ആ മിഡിലിൽ വരുന്ന ആ സ്റ്റേജിലാണ് വിത്ത് കളക്ട് ചെയ്യേണ്ടത്. പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ കണ്ടെയ്ൻ ന്യൂമറസ് സീഡ്സ് ഇൻ എ സിംഗിൾ ഫ്രൂട്ട്. നമുക്കറിയാം ലേഡീസ് ഫിംഗർ എന്ന് പറഞ്ഞാൽ ഏതാണ്? വെണ്ടയിലും പയറിലും എല്ലാം ഒരു ഫ്രൂട്ടിൽ തന്നെ എന്തുണ്ട്? ധാരാളം വിത്തുകളുണ്ടെന്ന് നമുക്കറിയാം. ക്യാൻ ആൾ ദീസ് സീഡ്സ് ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലിങ്സ്. സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈകൾ, സാപ്ലിംഗ് എന്ന് പറഞ്ഞാലും തൈകളാണ്. അപ്പം ക്യാൻ ആൾ ദീസ് സീഡ് ബി യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സീഡ്ലിങ്സ്. തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് ഇതിലെ എല്ലാ വിത്തുകളും ഉപയോഗിക്കാൻ പറ്റുമോ? ഹൗ ക്യാൻ വി സെലക്ട് ദ ബെസ്റ്റ് സീഡ് ഫ്രം ദം. നമുക്കിത് എങ്ങനെ ഇതിൽ നിന്ന് നല്ല സീഡുകൾ നോക്കിയെടുക്കാൻ പറ്റും? ടേക്ക് എ ഫ്യൂ പീ സീഡ്, കുറച്ച് പയർ വിത്തെടുക്കുക. സെലക്ട് ദ ബെസ്റ്റ് സീഡ് ഫ്രം ദം ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഷേപ്പ്, അതിൻ്റെ നല്ലൊരു ഷേപ്പ് ആയിരിക്കണമെങ്കിലേ നമ്മളത് എടുക്കത്തുള്ളൂ. സൈസ്, നല്ല സൈസായിരിക്കണം. വെയിറ്റ്, വെയിറ്റ് കുറഞ്ഞതൊന്നും നമ്മൾ നടത്തില്ല, അതിനകത്തുള്ള വെയിറ്റ് ഉള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. സീഡ് കോട്ട്, അതിന് ഒരു കവറിങ് ഉണ്ട്, പയറിനായാലും എന്തിനും ഒരു കവറിങ് ഉണ്ട്, ആ കവറിങ് ഉള്ളത് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം വിച്ച് ആർ ദി ഫാക്ടേഴ്സ് വി കൺസിഡറിങ് വൈൽ സെലക്ടിങ് എ സീഡ്? അപ്പം അതിൻ്റെ ഷേപ്പ് നോക്കും, വെയിറ്റ് നോക്കും, സൈസ് നോക്കും, സീഡ് കോട്ട് നോക്കും. ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ സെലക്ടിങ് സീഡ് ആർ ഗിവൺ ബിലോ. നോക്കൂ മക്കളെ, ഒരു ബോക്സ് കിടക്കുന്ന കണ്ടില്ലേ? പ്ലാന്റ് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ, സീഡ് സെലക്റ്റഡ്. അപ്പം ഏതാണ് ശരിയെന്നുള്ളത് അതിനകത്ത് ടിക്കിടണം. നമ്മൾ ഇത്രയും പഠിച്ചതിൽ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ടിക്കിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തത് ശരിയാണോ എന്ന് നോക്കണം. ലോ ഈൽഡിങ്, അതല്ലല്ലോ, കുറച്ച് നമുക്ക് വിളവ് തരുന്ന, അവിടെ അല്ലല്ലോ. ഹൈ ഈൽഡിങ്, അവിടെ ടിക്കിടണം. ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. ഇൻഫെക്റ്റഡ് പ്ലാന്റ് അല്ല, ഇൻഫെക്റ്റഡ് പ്ലാന്റ് എന്ന് വെച്ചാൽ കീടങ്ങൾ ആക്രമിച്ചത്. സ്റ്റണ്ട് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഗ്രോത്ത് ഇല്ലാതെ നിൽക്കുന്നത്. അപ്പം ആദ്യത്തേത് ഏതൊക്കെയാണ്? ഹൈ ഈൽഡിങ് വേണം, ഹെൽത്തി പ്ലാന്റ് ആയിരിക്കണം. സെക്കൻഡ്, ഫ്രൂട്ട് സെലക്റ്റഡ് ഫോർ സീഡ് കളക്ഷൻ. ഏതൊക്കെയാണ് ഫ്രൂട്ട് സെലക്ട് ചെയ്യേണ്ടത്? ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി ഇനിഷ്യൽ സ്റ്റേജ് ഓഫ് ദി പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അല്ലല്ലോ, നമ്മൾ പഠിച്ചതാണല്ലോ. ഫ്രൂട്ട് ഫോംഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി പ്ലാന്റ് ലൈഫ് സ്പാൻ, അതും അല്ലല്ലോ, അത് നമ്മൾ പഠിച്ചതാണല്ലോ. ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ, അത് നമ്മൾ പഠിച്ചത്, അവിടെ ടിക്കിടണം. ഫുള്ളി റൈപ്പൻഡ് ആണല്ലോ, നോട്ട് റൈപ്പൻഡ് അതല്ലല്ലോ, ഫുള്ളി റൈപ്പൻഡ്. ഇനി സീഡ് സെലക്റ്റഡ്, എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത്? എങ്ങനെയാണ്? ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് നമ്മൾ മുകളിൽ പഠിച്ചതാണ്. ഹാവ് നോർമൽ വെയിറ്റ്, അതും ശരിയാണ്. ഹാവ് ഡാമേജ്ഡ് സീഡ് കോട്ട്, അല്ല, നല്ല സീഡ് കോട്ട് വേണം, അപ്പോൾ അത് അവിടെ ടിക്കിടണ്ട. ലൈറ്റ് വെയിറ്റ് അല്ലല്ലോ, തെറ്റാണല്ലോ. നോർമൽ സൈസ്, അപ്പോൾ അവിടെ ടിക്കിടണം. നെക്സ്റ്റ്, ഗുഡ് ക്വാളിറ്റി സീഡ് ഷുഡ് ബി സെലക്റ്റഡ് ഫോർ ബെറ്റർ ഈൽഡ്. അപ്പം നല്ല ഈൽഡ് കിട്ടണമെങ്കിൽ, നല്ല വിളവ് കിട്ടണമെങ്കിൽ നമ്മൾ ഗുഡ് ക്വാളിറ്റി സീഡ് സെലക്ട് ചെയ്യണം. ഫോർ ദിസ് ദ റെസ്പെക്റ്റീവ് പ്ലാന്റ് ആൻഡ് ഫ്രൂട്ട് ഷുഡ് ആൾസോ ഹാവ് എ ഗുഡ് ക്വാളിറ്റി. അപ്പം നല്ല ഗുഡ് ക്വാളിറ്റി സീഡ് നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി എടുക്കുന്ന പ്ലാന്റും അതുപോലെ തന്നെ ഫ്രൂട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് ആയിരിക്കണം. നെക്സ്റ്റ്, ആർ ന്യൂ പ്ലാന്റ്സ് ഫോംഡ് ഒൺലി ഫ്രം സീഡിൽ നിന്ന് മാത്രമാണോ നമ്മൾ പുതിയ പ്ലാന്റ് ഉണ്ടാക്കുന്നത്? അല്ല. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ, നോക്കിയിട്ട് ഫ്രം വിച്ച് പാർട്ട് ഓഫ് ദീസ് പ്ലാന്റ് ഡു സാപ്ലിങ്സ് ഫ്രം. ഇതിൻ്റെ ഏത് പാർട്ട് നിന്നാണ് നമ്മൾ സാപ്ലിങ്സ് ഉണ്ടാക്കുന്നതെന്ന് പറയാനാണ് പറയുന്നത്. കറി ലീഫ് പ്ലാന്റ്സിൽ നമുക്ക് എങ്ങനെയാണ് തൈകൾ കിട്ടുന്നത്? അതിന് സീഡുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് പോകുമ്പം ആ റൂട്ടിൽ നിന്നും പൊട്ടിക്കിളിക്കുന്നത് കാണാറുണ്ട്. അടുത്തത് ജിഞ്ചർ പ്ലാന്റിൻ്റെ സ്റ്റെമ്മാണത്, സ്റ്റെമ്മിൽ നിന്നാണ് പുതിയ ഇഞ്ചിയുടെ തൈകൾ ഉണ്ടാകുന്നത്. അടുത്തത് ബ്രിയോഫിലിയം എന്ന് പറയുന്നത് നമ്മൾ ഇലമുളച്ചി എന്ന് പറയും. അപ്പം ഇത് നമ്മുടെയൊക്കെ നാട്ടിൽ ഇലമുളച്ചി എന്ന് പറയും അതിന്. അപ്പം ബ്രിയോഫിലത്തിന് ഇലയിൽ നിന്നാണ് പുതിയ സാപ്ലിങ്സ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പെപ്പർ പ്ലാന്റിൻ്റെ പോലെ അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തും പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കാറുണ്ട്.
Having you understand that new plants are formed from parts like root, stem, leaf and underground stem. അപ്പോൾ നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? റൂട്ടിൽ നിന്ന് നമുക്ക് പുതിയ സാപ്ലിങ്സുകൾ ഉണ്ടാക്കാം, സ്റ്റെമ്മിൽ നിന്നുണ്ടാക്കാം, അതിൻ്റെ തണ്ടിൽ നിന്നും, ലീഫിൽ നിന്നുണ്ടാക്കാം ആൻഡ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അപ്പോൾ ഇഞ്ചിക്കൊക്കെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. സാപ്ലിങ്സ് ക്യാൻ ബി ഫോംഡ് നോട്ട് ഓൺലി ഫ്രം സീഡ് ബട്ട് ആൾസോ ഫ്രം ദീസ് പാർട്സ്. അപ്പം സാപ്ലിങ്സ് വൃക്ഷത്തൈകൾ നമുക്ക് സീഡിൽ നിന്നും മാത്രമല്ല വേറെ പല ഭാഗത്തു നിന്നും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ഹെൻസ് ദി പാർട്സ് ആർ ആൾസോ പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അപ്പം ഇതും എന്താണ്? പ്ലാന്റിംഗ് മെറ്റീരിയൽസ് തന്നെയാണ്. നെക്സ്റ്റ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കായിക പ്രജനനവും പ്രത്യുൽപാദനവും. The process of production of new saplings from the vegetative part of the plants like root, stem, leaf and underground stem is called vegetative propagation. അപ്പോൾ what is vegetative propagation എന്ന് ചോദിച്ചാൽ the process of production of new saplings from the vegetative part of plants like root, stem, leaf and underground stem is called vegetative propagation. This ഈസ് എ കൈൻഡ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇത് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. 6th നമ്മൾ പഠിച്ചതാണ് സെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി, വിത്തുണ്ടാവുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ സീഡ്സ് ആർ ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സ് എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ റൂട്ടോ, സ്റ്റെമ്മോ, ലീഫോ, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മോ ഇതിൽ നിന്നൊക്കെ സാപ്ലിങ്സ് വരികയാണെങ്കിൽ അതിനെ എന്താണ് പറയുന്നത്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. സീഡ്ലിങ്സ് ആർ ജെർമിനേറ്റഡ് ഫ്രം സീഡ്സ് ടു. അപ്പോൾ വൃക്ഷത്തൈകൾ എഴുതി നിന്നും വരും, ഈ സീഡ്സിൽ നിന്നും വരും. ഫൈൻഡ് ഔട്ട് എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ് വിച്ച് റീപ്രൊഡ്യൂസ് ത്രൂ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്നത് ഏതാണ്? റൂട്ട്, ബ്രെഡ് ഫ്രൂട്ട്, സ്റ്റെമ്മ് വഴി മുരിങ്ങ, ലീഫ് ബ്രിയോഫീലിയം, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മ് ഡിയോസ്കോറിയ, സെക്ഷൽ റീപ്രൊഡക്ഷൻ സീഡ് മുരിങ്ങ. അപ്പോൾ മുരിങ്ങ എങ്ങനെയാണ്? സീഡ്, നമുക്ക് സീഡ് വെച്ചിട്ട് മുരിങ്ങ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ സ്റ്റെമ്മ് നട്ടിട്ട് ഉണ്ടാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. കറി ലീഫ് റൂട്ടിൽ നിന്നും വരും, അതുപോലെ തന്നെ ഏതിൽ നിന്നും വരും? സീഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ പെപ്പർ പ്ലാന്റ് സീഡ് ഉപയോഗിച്ചും പറ്റും, അതുപോലെ തന്നെ അത് സ്റ്റെമ്മിൽ നിന്നും പറ്റും. ഇൻ മുരിങ്ങ young plants are produced from seeds and by planting stem cutting. അപ്പോൾ നമുക്കറിയാം മുരിങ്ങയുടെ യങ് പ്ലാന്റ്, അതായത് ചെറുപ്രായത്തിലുള്ള തൈകൾ നമുക്ക് എന്ത് ചെയ്യാം? സീഡ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം. ആൻഡ് ബൈ പ്ലാന്റിങ് സ്റ്റെം കട്ടിങ്, അതായത് അതിൻ്റെ തണ്ട് കണ്ടിച്ചും സ്റ്റെമ്മ് കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാം. ക്യാൻ യു ഫൈൻഡ് മോർ എക്സാമ്പിൾ ഓഫ് പ്ലാന്റ്സ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ബോത്ത് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സീഡ് കൊണ്ട് പുതിയ സാപ്ലിങ്സ് ഉണ്ടാക്കുന്നതിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ശീമക്കൊന്ന അതാണ് ഒരെണ്ണം. അത് സീഡ് നട്ട് തണ്ടും കുത്തി വെച്ച് നമുക്ക് കിളിപ്പിക്കാം. രണ്ടാമത്തത് നമുക്ക് എന്തെഴുതാം? പെപ്പർ പ്ലാന്റ് ഞാൻ പറഞ്ഞല്ലോ, അതും സീഡും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം ഉപയോഗിച്ച് നമുക്ക് പ്ലാന്റ് ചെയ്തെടുക്കാൻ പറ്റും, പുതിയ സാപ്ലിങ്സിനെ ഉണ്ടാക്കാൻ പറ്റും. അടുത്ത് നമുക്ക് എന്തെഴുതാൻ പറ്റും? അതുപോലെ കറി ലീഫ് നമുക്ക് സീഡ് ഉപയോഗിച്ച് സാപ്ലിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ വേരിൽ നിന്നും പുതിയ തൈകൾ മുളച്ചു വരും. സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ആസ് സെലക്ഷൻ ഓഫ് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫോർ കൾട്ടിവേഷൻ. അപ്പം സെലക്ഷൻ ഓഫ് പ്രോപ്പർ പ്ലാന്റിംഗ് മെറ്റീരിയൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്. പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അതിൻ്റെ സ്റ്റെമ്മാവാം, അല്ലെങ്കിൽ അതിൻ്റെ വേരിൽ നിന്ന് പൊട്ടിക്കിളിക്കുന്നതാവാം, അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാവാം, അല്ലെങ്കിൽ അതിൻ്റെ ലീഫാവാം. അതാണ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അപ്പം ഈ സീഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളും സെലക്ഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ആണ്.
കെയർ ഷുഡ് ബി ടേക്കൺ ടു ചൂസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ് ഫ്രം പ്ലാന്റ്സ് ദാറ്റ് ഹാവ് എ സുപ്പീരിയർ ക്വാളിറ്റി. അപ്പം ഈ സീഡ് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സീഡുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും പ്ലാന്റിംഗ് മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. അതിന് നല്ല സുപ്പീരിയർ ക്വാളിറ്റി ഉള്ളത് മാത്രമേ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ലിസൺ ടു ദി കോൺവെർസേഷൻ ഓഫ് ദീസ് ചിൽഡ്രൻ. വൗ, ദ ഗുവ ഈസ് ബിഗ്. ഗുവ എന്ന് വെച്ചാൽ പേര. ഇറ്റ് ഈസ് റൈപ്പ് ആൾസോ. അത് പഴുത്തിട്ടുമുണ്ട്. ക്യാൻ ഐ ഹാവ് ഇറ്റ്സ് സ്റ്റെം കട്ടിംഗ് ഫോർ സാപ്ലിംഗ്. എനിക്കതിൻ്റെ ഒരു സ്റ്റെമ്മ് തരാൻ പറ്റുമോ തൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ഷുവർ, ഐ വിൽ ഗീവ് യു. തീർച്ചയായിട്ടും ഞാൻ തരാം. ബോത്ത് ദ സ്റ്റെം കട്ടിംഗ് ആൻഡ് ദ ഫ്രൂട്ട്, രണ്ടും തരാം. ബട്ട് ക്യാൻ ദി സ്റ്റെം ഓഫ് ദി ഗുവ പ്ലാന്റ് സ്പ്രൗട്ട്. അത് മുളച്ച് വരും. സ്പ്രൗട്ട് എന്ന് വെച്ചാൽ മുളയ്ക്കുക. അത് മുളച്ച് വരുമോ? വോണ്ട് ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഫോർ ദി സീഡ് ടു ഗ്രോ ഇൻ ടു എ ട്രീ. അതായത് നമ്മൾ സീഡ് ഇട്ട് കഴിഞ്ഞാൽ, പേരയുടെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങൾ എടുക്കത്തില്ലേ അത് കായ്ച്ച് അതിൻ്റെ ഫലം കിട്ടാൻ വേണ്ടി? ആൻഡ് ഈൽഡ് ഫ്രൂട്ട്സ്, അതിൻ്റെ വിളവ് നമുക്ക് ലഭിക്കാൻ വേണ്ടി. വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ് ദാറ്റ് ഹാവ് ഓൾ ദി ക്വാളിറ്റീസ് ഓഫ് ദി ഗുവ പ്ലാന്റ് ആൻഡ് ക്യാൻ ബിയർ ഫ്രൂട്ട്സ് ഇൻ എ ഷോർട്ട് സ്പാൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അതിൻ്റെ സ്റ്റെമ്മ് നട്ടാൽ കിളിക്കത്തുമില്ല. അതുപോലെ തന്നെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കുറേ കാലം എടുക്കും അതിനകത്തുനിന്ന് ഈൽഡ് കിട്ടാൻ. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വാട്ട് ക്യാൻ ബി ഡൺ ടു പ്രൊഡ്യൂസ് സാപ്ലിങ്സ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഓൾ ദി ക്വാളിറ്റീസ്, ആ ഗുവയുടെ എല്ലാ ക്വാളിറ്റീസും വേണം ആ ഗുവ പ്ലാന്റിൻ്റെ. ആൻഡ് ഇറ്റ് ക്യാൻ ബിയർ ഫ്രൂട്ട്സ് ഇൻ എ ഷോർട്ട് സ്പാൻ. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അതിനകത്ത് ഫ്രൂട്ട്സും പിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യു ഹാവ് ഓൾറെഡി ലേൺ ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ആർ ഫോംഡ് ത്രൂ പോളിനേഷൻ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രൂട്ട്സും സീഡും ഒക്കെ ഉണ്ടാകുന്നത് പരാഗണം നടന്നാണെന്ന് നമ്മൾ 6th ക്ലാസ്സിൽ പഠിച്ചതാണ്. ഡു ദ പ്ലാന്റ്സ് ദസ് ഫോംഡ് പോസസ് ഓൺലി ദ ക്വാളിറ്റീസ് ഓഫ് ദി മദർ പ്ലാന്റ്. ആണോ? ഇത് മദർ പ്ലാന്റ്, അതായത് നമ്മൾ ഇപ്പോൾ ഒരു തൈ ഉണ്ടാക്കുകയാണെങ്കിൽ ഏതിൽ നിന്നാണോ തൈ ഉണ്ടാക്കുന്നത് അതാണ് മദർ പ്ലാന്റ്. അപ്പോൾ ആ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും ആ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്ലാന്റിനെ കാണുമോ? വാട്ട് ഇഫ് എ ന്യൂ പ്ലാന്റ് ഈസ് ഫോംഡ് ഫ്രം ദ സ്റ്റെം കട്ടിങ്. നമ്മൾ സ്റ്റെം കട്ടിങ് ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും കാണുമോ? വോണ്ട് ഇറ്റ് ഹാവ് ദ സെയിം ക്വാളിറ്റീസ് ആസ് ദി മദർ പ്ലാന്റ്. കിട്ടില്ലേ? മദർ പ്ലാന്റ്സിൻ്റെ എല്ലാ ക്വാളിറ്റിയും കിട്ടില്ലേ? സ്റ്റെം കട്ടിങ് ഓഫ് ഷൂ ഫ്ലവർ എന്ന് വെച്ചാൽ ഷൂ ഫ്ലവർ അറിയാമല്ലോ, അതായത് ചെമ്പരത്തി, തപ്പിയോക്ക, ചീനി, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഏതാണ്? മധുരക്കിഴങ്ങ്. സ്പ്രൗട്ട് ഈസിലി, പെട്ടെന്ന് മുളച്ച് വരും. ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ എ ഗുവ ടു സ്പ്രൗട്ട് ഫ്രം ദ സ്റ്റെം കട്ടിങ്. പാടാണല്ലേ? അതായത് പേരമരത്തിൻ്റെ തണ്ട് കൊണ്ടുവച്ചാൽ, അതിൻ്റെ സ്റ്റെമ്മ് കൊണ്ടുവച്ചാൽ നമുക്കത് അതിൽ നിന്ന് സ്പ്രൗട്ട് മുള വരാൻ വളരെ പാടാണ്. വാട്ട് ഇഫ് വി ക്യാൻ ഗ്രോ റൂട്ട്സ് ഫ്രം സ്റ്റെമ്മ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇഫ് ഇറ്റ് ക്യാൻ ബി ഡൺ, വോണ്ട് ദി ഗുവ പ്ലാന്റ് ഗ്രോ ആൻഡ് ബിയർ ഫ്രൂട്ട് മച്ച് ഏർലിയർ. നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഇഫ് ക്യാൻ ബി ഡൺ, വോണ്ട് ദി ഗുവ പ്ലാന്റ് ഗ്രോ വളരില്ലേ, ആൻഡ് ഫ്രൂട്ട്സ് മച്ച് ഏർലിയർ, നേരത്തെ പിടിക്കില്ലേ? നമ്മൾ സ്റ്റെമ്മിൽ നിന്ന് എടുത്ത് അതിനകത്തൊരു സ്റ്റെമ്മിൽ വേര് വരികയാണെങ്കിൽ നമ്മൾ സ്റ്റെമ്മിൽ വേര് വരുത്തുകയാണെങ്കിൽ അത് പെട്ടെന്ന് ഫ്രൂട്ടും തരികയും അതുപോലെ വളരുകയും ചെയ്യില്ലേ? ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. നെക്സ്റ്റ് പഠിപ്പിക്കുന്ന ടോപ്പിക് ലെയറിങ്. ഇൻ പ്ലാന്റ്സ് സച്ച് ആസ് ഗുവ, സപ്പോട്ട, ജാവ, ആപ്പിൾ, ആൽമണ്ട് ആൻഡ് ഫിഗ്, റൂട്ടിംഗ് ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ്. അപ്പം നമുക്ക് ഈ പേരയുടെ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുചെന്ന് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ അത് കിളിക്കില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? പിന്നെ വേറെ ഏതെങ്കിലും ഒരു മെത്തേഡ് വഴി മാത്രമേ തണ്ടിൽ നിന്ന് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു മെത്തേഡാണ് എന്ത് പറയുന്നത്? ലെയറിങ്. മദർ പ്ലാന്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് റൂട്ട് വരുത്താൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് ഫെമിലിയർ വിത്ത് ദി സ്റ്റേജസ് ഓഫ് ലെയറിങ് ഇൻ ദ ഗുവ പ്ലാന്റ്. അതിൻ്റെ ഓരോരോ സ്റ്റേജസ് ആണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. സ്റ്റേജ് 1, സെലക്ട് എ പെൻസിൽ സൈസ്ഡ് സ്റ്റെം ഓഫ് ദി മദർ പ്ലാന്റ്. മദർ പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഏതിനകത്താണോ ലെയർ ചെയ്യുന്നത് അതിനെയാണ് മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. പെൻസിൽഡ് സൈസ്, പെൻസിലിൻ്റെ അത്രയും സ്റ്റെമ്മിന് കട്ടിയുള്ള ഒരു സ്റ്റെമ്മ് സെലക്ട് ചെയ്യണം. ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് ഇറ്റ് ഫ്രം ദ മെയിൻ സ്റ്റെം. അതായത് ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഈ മെയിൻ സ്റ്റെമ്മിൽ നിന്നാണ് അത് കളക്ട് ചെയ്യേണ്ടത്. മേക്ക് എ കട്ട് ഓഫ് 2-3 സെൻറ്റിമീറ്റർ ലെങ്ത് ഇൻ ദ സർക്കുലർ ഷേപ്പ്. അണ്ടിതി കിടക്കുന്നുണ്ടല്ലോ, അതുപോലെ സർക്കുലർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക.
ഓൺ ദി ബാർക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ തൊലിയിൽ. ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഓഫ് ദി സ്റ്റെം. നോട്ട്സ് എന്ന് പറഞ്ഞാൽ 2 മുള വരുന്നതിന് ഇടയിലുള്ള ഭാഗം, അതാണ് നോട്ട്സ് എന്ന് പറയുന്നത്. സ്റ്റേജ് 2, അപ്ലൈ എ സ്ലൈറ്റ്ലി വെറ്റ് മിക്സ്ചർ ഓഫ് കൊക്കോപീറ്റ്. കൊക്കോപീറ്റ് എന്ന് വെച്ചാൽ ചകിരിച്ചോറ്. വെറ്റ് അതായത് ചെറുതായിട്ട് സ്ലൈറ്റ്ലി, ഭയങ്കരമായിട്ട് കുഴഞ്ഞതല്ല, ചെറുതായിട്ട് കുതിർത്തിട്ട്. സോയിൽ ആൻഡ് കൗ ഡഗ് അതായത് ചാണകം. പൗഡർ ടു ദിസ് ഏരിയ. അവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് എന്ത് ചെയ്യണം, റാപ്പ് ദിസ് ഏരിയ വിത്ത് എ പോളിത്തീൻ ബാഗ് കൊണ്ട് റാപ്പ് ചെയ്യുക, കെട്ടുക. അവിടെ ഇങ്ങനെ ആ ഒരു നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജ് ഫസ്റ്റിൽ ചെയ്ത് ആ റൗണ്ട് വെച്ച് ആ 2 ബാർക്കിൻ്റെ ഇടയിലുള്ള സാധനം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ആ ഭാഗത്ത് ഇത്രയും മിക്സർ വെച്ചിട്ട് പോളിത്തീൻ ബാഗ് കൊണ്ട് കെട്ടുക. വെദർ ഏരിയ വാട്ടർ ദി ഏരിയ ഈസ് ഇഫ് റിക്വയർഡ്. അവന് വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ കൂടി തളിച്ചു കൊടുക്കുക. സ്റ്റേജ് 3 റൂട്ട്സ് വിൽ സ്പ്രൗട്ട് ഇൻ ദി ഏരിയ ഓഫ് ലെയറിങ് വിത്തിൻ 2 മന്ത്. 2 മാസങ്ങൾ കഴിയും. 2 മാസങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിക്കും, അതിൽ നിന്ന് വേര് സ്പ്രൗട്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. സ്പ്രൗട്ട് വെച്ചാൽ മുളച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കട്ട് ദ സ്റ്റെം ജസ്റ്റ് ബിലോ ദ ഏരിയ ഓഫ് ലെയറിങ്. നമ്മൾ ലെയർ ചെയ്തതിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ദിസ് ക്യാൻ ബി പ്ലാന്റഡ് ഇൻ എ ഫ്ലവർ പോട്ട്. ഒരു ഫ്ലവർ പോട്ടിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വല്ലതും നടുക. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഗ്രോയിങ് അതായത് വളരാൻ തുടങ്ങുമ്പോൾ തന്നെ ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ ദി സോയിലിലോട്ട് റീപ്ലാന്റ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മൾ ലെയറിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജും ഒക്കെ എങ്ങനെ ചെയ്യുന്നത് കണ്ടു. ഇനി വാട്ട് ഈസ് ലെയറിങ്? ലെയറിങ് ഈസ് ദ പ്രാക്ടീസസ് ഓഫ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്ലെറ്റ്സ്. അതായത് പ്ലാന്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എവിടെ നിന്നാണ്? ബൈ കട്ടിങ് ആൻഡ് പ്ലാന്റിങ് ദ സ്റ്റെം ഓഫ് മദർ പ്ലാന്റ്. മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യുന്നതാണ്. മദർ പ്ലാന്റിൻ്റെ തന്നെ ഒരു ശിഖരത്തിൽ നമ്മൾ ലെയർ ചെയ്ത് വെച്ചിട്ട് അതെടുത്ത് കട്ട് ചെയ്ത് പ്ലാന്റ് ചെയ്യും. എപ്പോഴാണ്? ആഫ്റ്റർ ജനറേറ്റിംഗ് റൂട്ട് ഫ്രം ഇറ്റ്. അതിൽ നിന്ന് റൂട്ട് വന്നതിന് ശേഷം. ഇനി സെർപ്പൻറ്റൈൻ ലെയറിങ് അതെന്താണ്? ഇൻ പ്ലാന്റ്സ് ലൈക്ക് പെപ്പർ ലെയറിങ് ക്യാൻ ബി ഡൺ ബൈ ബെൻഡിങ് ദി ലോങ് ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിൽ. അപ്പം നമുക്ക് പിച്ചിക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിച്ചിക്കും പെപ്പറിനുമൊക്കെ അതിൻ്റെ തന്നെ നീളമുള്ള തണ്ടെടുത്തിട്ട് ഭൂമിയിലോട്ട് അതിൽ നിൽക്കുമ്പോൾ തന്നെ ഭൂമിയിലോട്ട് വെച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ബ്രാഞ്ചസ് ഇൻ ടു ദ സോയിലിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ബെൻഡ് ചെയ്യുക, ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് ആൻഡ് കവറിങ് ദ ബ്രാഞ്ചസ് വിത്ത് സോയിൽ കൊണ്ട് തന്നെ അതിന് എവിടെയാണോ നമുക്ക് വേര് വരണമെന്നുള്ളത് അവിടെ കവർ ചെയ്യുക. സോയിൽ അറ്റ് ഇൻ്റർവെൽസ് നോട്ട്സ് എന്ന് വെച്ചാൽ 2 മുകളം വരുന്നതിൻ്റെ ഇടയ്ക്ക്. ഇൻ ദിസ് വേ മൾട്ടിപ്പിൾ സാപ്ലിങ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് സൈമിൾട്ടേനിയസ്ലി ഫ്രം എ സിംഗിൾ ബ്രാഞ്ച്. അതായത് നല്ല നീളമുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെ അത് ആ പെപ്പറിൽ നിന്നോ പിച്ചിയിൽ നിന്നോ ഒക്കെ എവിടെ നിന്നൊക്കെ കിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം നമ്മളിങ്ങനെ ഈ സോയിലിൻ്റെ അടിയിലോട്ടാക്കുമ്പോൾ അവിടെ നിന്നെല്ലാം ബ്രാഞ്ച് വരുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഒത്തിരി പ്ലാന്റുകളാക്കാം സാധിക്കും. അങ്ങനെ നമുക്ക് സൈമിൾട്ടേനിയസ്ലി അങ്ങനെ ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ആ ഒരു സിംഗിൾ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഒരു ബ്രാഞ്ചിൽ തന്നെ നമുക്ക് ഒരുപാട് സാപ്ലിങ്സുകൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. പ്ലാന്റ്സ് വിത്ത് ഡിഫറെൻറ്റ് ലെയറിങ് മെത്തേഡ്, എയർ ലെയറിങ്, ഗുവ എന്ന് വെച്ചാൽ അതിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. കാഷ്യൂ ട്രീ, സപ്പോട്ട, റോസ്, ജാവ ആപ്പിൾ, ഫിഗ്, ആൽമണ്ട്, ഇതിലൊക്കെ നമ്മൾ എയർ ലെയറിങ് ആണ് ചോദിക്കും. എയർ ലെയറിങ്ങും കൊടുത്തിട്ട് ഈ ഒരു ബോക്സ് പോലെ ചോദിക്കും. പിന്നെ സെർപ്പൻറ്റൈൻ ലെയറിങ് ഏതാണ്? ബോഗൺവില്ല, ജാസ്മിൻ, ബീറ്റൽ, പെപ്പർ, ഗ്രേപ്സ്, ക്രിസാന്തം, ഇതിനകത്തൊക്കെ നമ്മൾ സെർപ്പൻറ്റൈൻ ലെയറിങ്. ഇത് 2 ലെയറിങ്ങും പഠിച്ചു വെച്ചോണം. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചു വെച്ചോണം. അത് എക്സാമിന് ചോദിക്കും. കൺസിഡർ സം പെക്യൂലിയാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസിങ് ബൈ ലെയറിങ്. ലെയറിങ് കൊണ്ട് നമ്മളൊരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് പ്രത്യേകതകൾ എന്തുവാണ് ആ പ്ലാന്റിനുള്ള? പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. ഇപ്പം നമ്മൾ വേര് കിളിപ്പിച്ചാലോ ചിലപ്പോൾ മദർ പ്ലാന്റിൻ്റെ അതേ ക്വാളിറ്റി കിട്ടണമെന്നില്ല. ഇപ്പോൾ വരിക്കപ്ലാവിൻ്റെ നമ്മൾ സീഡ് ഉപയോഗിച്ച് നമ്മൾ വരിക്കപ്ലാവിൻ്റെ സാപ്ലിങ്സ് ഉണ്ടാക്കിയാൽ ആ വരിക്കപ്ലാവ് തന്നെ കിട്ടണമെന്നില്ല. അപ്പം പക്ഷേ നമ്മളിതുപോലെ ലെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. അപ്പം മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്വാളിറ്റീസും കാണും. എല്ലാ പ്ലാന്റിലും നമുക്ക് ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ചില പ്ലാന്റുകളിൽ മാത്രമേ നമുക്ക് ലെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്മാൾ സൈസ് ആൻഡ് ഷോർട്ട് സ്പാൻ എന്ന് പറഞ്ഞാലാണ് ചെറിയ സൈസായിരിക്കും, ഒരുപാട് വളരത്തുമില്ല. അതുപോലെ തന്നെ ഷോർട്ട് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മറ്റേ നാടൻ, അതായത് നമ്മൾ വിത്തിട്ട് കിളിപ്പിക്കുന്നതിൻ്റെ അത്രയും കാലം നിലനിൽക്കത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നശിച്ചു പോകും. ഇയർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്, നേരത്തെ തന്നെ ഫ്രൂട്ടും തരും, അതുപോലെ തന്നെ നേരത്തെ തന്നെ പൂത്ത്
നമുക്ക് ഫ്രൂട്ട്സ് തരും. ആബ്സെൻസ് ഓഫ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ടാപ്പ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാനിവിടെ വരച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് ടാപ്പ് റൂട്ട്. അപ്പം അത് ടാപ്പ് റൂട്ട് കാണത്തില്ല, മണ്ണിൽ ആഴ്ന്നിറങ്ങുന്ന റൂട്ട്, അതാണ് ടാപ്പ് റൂട്ട്. റിക്വയർ മോർ കെയർ. മറ്റേതുപോലല്ല, നമുക്കിതിന് ഒരുപാട് കെയർ കൊടുത്തേ പറ്റൂ, ശ്രദ്ധ കൊടുത്തേ പറ്റൂ, സമയത്ത് വെള്ളമൊക്കെ കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഇനി അടുത്തത് റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ്. ഒരു ബോക്സിൽ കൊടുത്തേക്കുന്നത് നോക്കൂ. റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ് എന്ന് വെച്ചാൽ വേര് മുളയ്ക്കാൻ വേണ്ടിയിട്ട് വേര് മുളപ്പിക്കുന്നത് ഇങ്ങനെയും, അതായത് വേര് മുളയ്ക്കാൻ വേണ്ടിയിട്ട് മുക്കി വെച്ച് എന്തിലോ ഒന്നിലും മുക്കി വെക്കുന്നുണ്ട്, ഡിപ്പ് ചെയ്യുക. ഡിപ്പിംഗ് ദ ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിംഗ് ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് പ്ലാന്റ്. അതായത് ഡിപ്പ് ചെയ്യുക, ടിപ്പ് ഓഫ് ദി സ്റ്റെം. ആ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത സ്റ്റെമ്മിനെ ഹോർമോൺസ് ലൈക്ക് ഓക്സിൻ സ്പീഡ് അപ്പ് റൂട്ട് ഫോർമേഷൻ. അതായത് ഡിപ്പിംഗ് ദി ടിപ്പ് ഓഫ് സ്റ്റെം കട്ടിങ് ഇൻ, അതായത് ആ സ്റ്റെമ്മ് കട്ട് ചെയ്യുന്നതിൻ്റെ ടിപ്പ്, അതിൻ്റെ അറ്റം ഡിപ്പ് ചെയ്യുക, മുക്കി വയ്ക്കുക ഒരു സൊല്യൂഷനിൽ. ആ സൊല്യൂഷനിൽ എന്തുണ്ട്? പ്ലാന്റ് ഹോർമോൺസ് ലൈക്ക് ഓക്സിൻ ഉണ്ട്. അതായത് പ്ലാന്റ് ഹോർമോൺ ഓക്സിൻ കലക്കിയ ആ ഒരു സൊല്യൂഷനിൽ ഇത് മുക്കി വയ്ക്കുക. ആ സൊല്യൂഷൻ്റെ പേരെന്താണ്? ഓക്സിൻ. ആ ഹോർമോണിൻ്റെ പേരാണ് ഓക്സിൻ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പീഡപ്പ് റൂട്ട് ഫോർമേഷൻ. റൂട്ട് ഫോർമേഷൻ സ്പീഡപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വേര് വരാൻ വേണ്ടിയിട്ട്. ദിസ് പ്രാക്ടീസ് ഈസ് വൈഡ്ലി യൂസ്ഡ് നൗ എ ഡേയ്സ്. ഇപ്പം ഇത് വളരെയധികം വിപുലമായിട്ട് യൂസ് ചെയ്യുന്നു. ടു എൻഹാൻസ് ദ സക്സസ് റേറ്റ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ യൂസിങ് സ്റ്റെം കട്ടിങ്. അതായത് ഒരുപാട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻസുകളുണ്ടല്ലോ, അപ്പോൾ സ്റ്റെം കട്ടിങ്ങിൻ്റെ ആ രീതിയിൽ അതിൻ്റെ സാപ്ലിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി, അതിനുവേണ്ടി വേര് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഇപ്പം വിപുലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.